മത് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മത് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടുകൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മത് പറഞ്ഞോ നിങ്ങൾ ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണി. അതേപോലെ പാട്ടുപാടി അവരെ മഹത്വങ്ങൾ പറഞ്ഞു, മഹത്വങ്ങളൊക്കെ പറയുന്നില്ലേ? ഇവിടെ വിഷയാവതത്തിൽ റസൂലുള്ളാഹിന്റെ എത്ര മഹത്വം പറഞ്ഞു? എന്തിനാ അങ്ങോട്ട് പോണത്? ഇവിടുത്തെ വിഷയാവതത്തിൽ ബഹുമാനനായ അബ്ദുറഹ്മാൻ സ്വാലി അല്ലാഹു റസൂലിനെയും സഹാബത്തിനെയും മഹത്വങ്ങൾ എത്ര പറഞ്ഞു? മഹത്വം പറഞ്ഞ അല്ല തെറ്റ്. മത് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മത് പറയാൻ പറഞ്ഞിട്ടില്ല. മദഹിനല്ല ആക്ഷേപം, പ്രശംസക്കല്ല ആക്ഷേപം. ആ ഹബീബിനെ പ്രശംസിക്കാതിരിക്കാൻ ആർക്കാ കഴിയാം? മത് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മത് പറയാൻ പറഞ്ഞിട്ടില്ല. മദഹിനല്ല ആക്ഷേപം, പ്രശംസക്കല്ല ആക്ഷേപം. ആ ഹബീബിനെ പ്രശംസിക്കാതിരിക്കാൻ ആർക്കാ കഴിയാം? മത് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മത് പറയാൻ പറഞ്ഞിട്ടില്ല.